റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പ്രസംഗിക്കുകയാണ്. ഇവിടെ സംസാരിക്കണ അറിയോ? അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ജഅഫറും സുബൈറും അങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് റസൂൽ പറഞ്ഞ ആ മഹാന്മാരടക്കമുള്ള സഹാബത്ത് ഇരിക്കുന്ന സദസ്സാണ്. ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങളോട് പ്രസംഗിച്ചു. തൗഹീദിന് വേണ്ടി ബദറും ഉഹുദും ഖന്ദഖും ശത്രുവിന്റെ വാളുകൾക്കിടയിൽ പൊരുതിയ ആ സഹാബത്തിനോട് റസൂൽ പറയണേ, സഹാബത്തെ ശിർക്കിനെ പേടിക്കണം കേട്ടോ. സഹാബത്ത് പേടിച്ചു. ഞങ്ങളോട് റസൂൽ ശിർക്കിനെ പേടിക്കാൻ പറയേ, ശിർക്ക് ഇത്ര ഭയങ്കര. റസൂൽ പറയണേ, ഇരുട്ടുള്ള ഒരു രാത്രി കറുത്ത ഒരു പാറ, ആ കറുത്ത പാറയിലൂടെ ഒരു കറുത്ത ചെറിയ പ്രാണി അതിങ്ങനെ അരിച്ചു വന്നാല് ആരെങ്കിലും അറിയോ? അവിടെ കടലാണല്ലോ, കടപ്പുറത്ത് അങ്ങനെ ഇരുട്ട് നിറഞ്ഞ ഒരു രാത്രിയിൽ കടലിലെ വെള്ളം ഇങ്ങനെ കറുത്ത് തെരടിക്കാം. ആയിക്കൂടെ അങ്ങനെ ആ കടലിലെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ചെറിയ പ്രാണി, ഒരു ചെറിയ മീന് ഇങ്ങനെ പതുക്കെ നീന്തിപ്പോയാൽ ആരെങ്കിലും കാണുമോ? അറിയോ? അതേപോലെ സഹാബത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ശിർക്ക് കയറി വരും കേട്ടോ. നിങ്ങൾ അതിനെ പേടിക്കണം കേട്ടോ. സഹാബത്ത് പേടിച്ച്. ഇത്ര ഗൂഢമായി, ഇത്ര ഭീകരമായി ഈ സാധനം മനസ്സിലേക്ക് കയറി വരുമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ എങ്ങനെ ആ ശിർക്കിനെ പ്രതിരോധിക്കും? നേർക്കുനേരം കെട്ട് കൊമ്പും കുലുക്കി വരികയാണെങ്കിൽ നമുക്കൊന്ന് മുട്ടിയൊക്കാം. ഇത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമെന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതിരോധിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്ത്, അല്ലാഹുവേ ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും ശിർക്കിന്റെ വാക്കോ പ്രവൃത്തിയോ ഞങ്ങളിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ പുറത്തു തരണം കേട്ടോ, പാവങ്ങളാണ്. ഇനി ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ ബുദ്ധിയൊക്കെ മാറി അപ്പുറത്താണ് ശരീരമൊക്കെ കണ്ട് ഏതെങ്കിലും കാലത്ത് ഒരു ശിർക്കിന്റെ മുമ്പിൽ റബ്ബേ ഞങ്ങൾ എത്തിപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് കേട്ടോ, നീ ഞങ്ങളെ കാക്കണം കേട്ടോ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എപ്പോഴും